നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അപ്രതീക്ഷിതമായ വാർത്തയൊന്നുമല്ല. ഇതാ ചെൽസി അവരുടെ കോച്ചിനെ പുറത്താക്കിയിരിക്കുന്നു. ലിയാം റോസ്നിയറിനെ പുറത്താക്കിയിരിക്കുന്നു. തുടർച്ചയായ പരാജയങ്ങൾ ഒടുവിൽ കോച്ചിനെ പുറത്താക്കിയ കാര്യം ഒഫീഷ്യലി ക്ലബ്ബ് അറിയിക്കുന്നു. ക്ലബിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഹാസ് ടുഡേ പാർട്ടഡ് കമ്പനി വിത്ത് ഹെഡ് കോച്ച് ലിയാം റോസ്നിയർ. എന്നിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹയസ്റ്റ് ഇൻറ്റഗ്രിറ്റി, പ്രൊഫഷണലിസം ഇതെല്ലാം വളരെയധികം അപ്രീസിയേറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഈ ഒരു ഡിസിഷൻ അത്ര സിമ്പിളായിട്ട് എടുത്തതല്ല. റീസെൻ്റ് റിസൾട്ട്സ്, പെർഫോമൻസ് ഇതെല്ലാം ആ ഒരു സ്റ്റാൻഡേർഡിന് താഴെ പോയി. അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, എവരിവൺ അറ്റ് ചെൽസി FC വിഷസ് ലിയാം എവരി സക്സസ് ഇൻ ദി ഫ്യൂച്ചർ. അത് സാധാരണഗതിയിൽ എല്ലാ സാക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളിലും ഉണ്ടാവുന്ന വാക്കാണ്. ഒപ്പം തന്നെ ചെൽസി ഈ സീസൺ അവസാനം വരെ അവരെ മുന്നോട്ട് നയിക്കുന്ന ആരായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് പുതിയ കോച്ചിന് ഇൻട്രിം കോച്ചായിട്ട് വെച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, കലും മക്ഫെർലനെ അവർ ഇൻട്രിം കോച്ചായിട്ട് വെച്ചിട്ടുണ്ട്. ക്ലബിൻ്റെ എക്സിസ്റ്റിംഗ് ബാക്ക്റൂം സ്റ്റാഫ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും എന്നും അറിയിക്കുന്നുണ്ട്. യൂറോപ്യൻ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം ഇപ്പോൾ പ്രീമിയർ ലീഗിൽ അവർ നടത്തുന്നുണ്ടല്ലോ, സാധിക്കുമോ എന്ന് കണ്ടറിയണം. FA കപ്പിലെ പ്രോഗ്രസ്സും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ലിയാം റോസ്നിയറിനെ പുറത്താക്കിയിരിക്കുന്നു. ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. നോക്കുക, ഈ സമീപകാലത്തെ കളികൾ, ഏറ്റവും ഒടുവിൽ നടന്ന കളികളിലൊന്നും അവർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നിരാശയുണ്ടാക്കിയിട്ടുള്ള കാര്യം. തുടരെ കളികൾ പരാജയപ്പെടുന്നു. അതുപോലെ ഗോളടിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സമീപകാലത്ത് അവർ കളിച്ച 5 കൺസിക്യൂട്ടീവ് മത്സരങ്ങൾ അവർ പരാജയപ്പെടുകയുണ്ടായി. 0 ഗോൾ സ്കോർഡാണ്. സോ 4 മാസത്തിനപ്പുറം ഇതാ അദ്ദേഹത്തെ സാക്ക് ചെയ്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.